ക്രൈസ്തലോട് നമുക്ക് ഈ വ്യാഴാഴ്ച ഒക്ടോബർ 12-ാം തീയതി ദൈവസന്നിധി കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം തന്ന നല്ല സമയത്തിനായി സ്തോത്രം. ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇനി നമ്മൾ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണല്ലോ. രാത്രികാലം പാട്ടുപാടുന്നതിന് വേണ്ടി ഷെർലിനെയും ഷോണിനെയും വളരെ സ്നേഹത്തോടെ ലൈനിലേക്ക് ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. മേഘത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. മേഘത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനേ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനേ. സുന്ദര രൂപനേ, വന്ദിതനാഥനേ, മാറനാഥ മാറനാഥ. സുന്ദര രൂപനേ, വന്ദിതനാഥനേ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് പാടുവാൻ കർത്താവ് പ്രിയപ്പെട്ടവരെ സഹായിച്ചല്ലോ. കുടുംബമായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആ പാട്ടിന്റെ അർത്ഥം കർത്താവിന്റെ വരവിന്റെ ഹല്ലേലൂയ നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്ന ഒരു പാട്ടാണല്ലോ നമ്മൾ കേട്ടത്. ഹല്ലേലൂയ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് ആമേൻ കർത്താവായ യേശുവേ വേഗം വരയണമേ എന്നുള്ള ആ ഒരു പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ ദൈവസ്ഥാനത്ത് നമുക്കായിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് നമ്മളെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കാനുള്ള സമയമാണല്ലോ. കർത്താവിന്റെ വചനം രാത്രികാലം സംസാരിക്കുന്നത് പാസ്റ്റർ രഞ്ജൻ ജോർജ് ആണ്. കർത്താവിന്റെ ദാസനെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ലൈനിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവിന്റെ തന്നെ തിരുനാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ബഹുമാനീയ ദേവദാസി, ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന, സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ സ്നേഹനിധികളായ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹവും വന്ദനവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിന്റെ തിരുവചനവുമായിട്ട്, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന കർത്താവിന്റെ ആലോചനയുമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് എനിക്ക് ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ഒക്കെ തന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ എവിടെങ്ങളിലായി പല ദേശങ്ങളിലാണെങ്കിലും ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ആയിരിക്കാൻ കർത്താവ് നമുക്ക് അവസരം തരുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇത് രാത്രിയിൽ കർത്താവിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ദൈവത്തിന്റെ വചനം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം, ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 11:16. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഞാൻ വായിക്കുന്നു. ശ്രദ്ധയോടെ ദൈവമക്കൾ കേട്ടാലും. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഇസ്രായേൽ ഉണ്ടായിരുന്നത് പോലെ അശൂരിൽ നിന്ന് അവന്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാകും.
ഒരിക്കൽ കൂടെ ഞാൻ ആ വേദഭാഗം വായിക്കുന്നു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഇസ്രായേൽ ഉണ്ടായിരുന്നത് പോലെ അശൂരിൽ നിന്ന് അവന്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാകും. ഈ അനുഗ്രഹിക്കുന്ന ദൂതിൽ നിന്നുകൊണ്ടാണ്, വചനത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. വലിയൊരു ദൈവപ്രവൃത്തി പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവമക്കൾ ദൈവസന്നിധിയിലായിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ തുടക്കത്തിലെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ദൈവം വചനം അയക്കുന്നത് അത് ആരിലൂടെയാണെങ്കിലും ദൈവം സംസാരിക്കുന്നത് കേൾക്കുന്ന ദൈവജനത്തിന് ഒരു വിടുതലുണ്ടാകാൻ വേണ്ടിയാണ്. ഈ ദൈവം അയക്കുന്ന വചനത്തിന്റെ പിൻപിൽ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുമ്പോൾ അതിന്റെ പൂർണ്ണ ശക്തിയിൽ അത് കടന്നു വരുന്ന ഇടങ്ങളിൽ ദൈവപ്രവൃത്തിയായി അത് വ്യാപരിക്കും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കളായിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകൻ താൻ പുസ്തകം തുടങ്ങുമ്പോൾ 1-ാം അധ്യായത്തിൽ കാണുന്ന കാഴ്ചകളെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ ആത്മീയ ഗോളത്തിൽ സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതികളെ കുറിച്ച്, താൻ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വിഷമത്തോടുകൂടെ അദ്ദേഹം സംസാരിക്കുന്നതാണ് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അദ്ദേഹം 1-ാം അധ്യായത്തിൽ പറയുന്നു, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിചരുക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാളതന്റെ ഉടയവനെയും കഴുതന്റെ യജമാന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞു. ആ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ആത്മീയ ഗോളത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ജനമെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്നവരുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ആത്മീയ അല്ലെങ്കിൽ ധാർമ്മിക അധപതനത്തെ കുറിച്ച് കണ്ട് പറയുന്ന ഒരു പ്രവാചകനെയാണ് നമുക്ക് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിലുമൊക്കെ അതേ സാഹചര്യമാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തെ മറക്കുന്ന ഒരു ജനം. അവിടെ കൊടുത്തിരിക്കുന്നത്, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. എത്ര ദൈവശബ്ദം കേട്ടിട്ടും പ്രവാചക ശബ്ദം കേട്ടിട്ടും ദൈവത്തിന്റെ അരുളപ്പാടും ആലോചനയും ഒക്കെ വെളിപ്പെട്ട് നിരന്തരമായി അത് പ്രസംഗ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് കിട്ടിയിട്ടും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയാതെ അതിന് വിപരീതമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ ഗോളത്തെ കുറിച്ചാണ് ആ കാലഘട്ടത്തിൽ പ്രവാചകൻ സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, കാളവന്റെ ഉടയവനെയും കഴുതന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു എന്ന് പറഞ്ഞാൽ ആ 2 മൃഗങ്ങളെ കുറിച്ച് പറയുകയാണ്. അവരുടെ യജമാനനെ അറിയുന്നുണ്ട്. അവരുടെ മുൻപിൽ വെളിപ്പെടുന്ന നന്മയെ കുറിച്ച് അവർ കാണുന്നും കേൾക്കുന്നുമുണ്ട്. എന്നാലോ എന്റെ ജനം അറിയുന്നില്ല, അവർ ഗ്രഹിക്കുന്നില്ല. ദൈവം തരുന്ന നന്മകളിൽ നിന്നുകൊണ്ട്, ദൈവം തരുന്ന അനുഗ്രഹങ്ങളിൽ നിന്നുകൊണ്ട് ആ ദൈവത്തെ അറിയുവാൻ കഴിയാത്ത ഒരു ജാതിയായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ ഇസ്രായേൽ. ജനമായി മാറിക്കൊണ്ടിരിക്കുന്നു ദൈവജനം. ഇന്ന് നമ്മൾ ആയുസ്സോടെ ഈ ദൈവജനം കേൾക്കുവാൻ കഴിയുന്നത് തന്നെ ദൈവം ദാനമായി തന്ന ജീവന്റെ ബലത്തിലാണെന്നുള്ള ബോധ്യമില്ലാതെ ആ ജീവൻ തന്ന ദൈവത്തെ മറന്ന് ജീവിക്കുകയാണ്, മത്സരിക്കുന്ന. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, മത്സരിക്കുന്ന ജനം. അദ്ദേഹം ഇങ്ങനെ തന്റെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഉയരത്തിലേക്ക് നോക്കി ദൈവത്തെ കാണുകയാണ്. 6-ാം അധ്യായത്തിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഉയരത്തിലേക്ക് നോക്കി ദൈവത്തെ കാണുമ്പോൾ, അവിടുത്തെ ആരാധന കണ്ടു കഴിയുമ്പോൾ അദ്ദേഹം പറയാണ്, അവര് മാത്രമല്ല ഞാനും ശരിയായ രീതിയിലല്ല മുൻപോട്ട് പോകുന്നത്. അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത്, അപ്പോൾ ഞാൻ, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെയും കൂടെ ഉൾപ്പെടുത്തി ആത്മീയത നഷ്ടപ്പെട്ടു പോയി എന്ന് പരിതപിക്കുന്ന പ്രവാചകനെ നമുക്ക് 6-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, നാം ശരിയാണ്, മറ്റുള്ളവർ ശരിയല്ല എന്ന് പലപ്പോഴും നമ്മൾ കണ്ണുകൊണ്ട് ചെവി കൊണ്ട് ഒക്കെ കേട്ട് വാഗൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയങ്ങളുണ്ട്. എന്നാൽ വാസ്തവമായി ദൈവവുമായി ബന്ധപ്പെട്ടാൽ, ദൈവത്തെ കണ്ടാൽ, ദൈവത്തെ അറിഞ്ഞാൽ നമുക്കും പറയാൻ പറ്റും നമ്മളും ശരിയാവുന്ന രീതിയിലല്ല പോകുന്നത്. ഞാനും പൂർണ്ണമായി ശരിയായിട്ടില്ല എന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഈ ദിവസം പ്രസംഗിക്കുന്ന ഞാനും പറയട്ടെ, എന്റെ ജീവിതത്തിലും കുറവുകളുണ്ട്. വാക്കുകളിലും പ്രവൃത്തിയിലും നോട്ടത്തിലും ചിന്തയിലും കൊടുക്കൽ വാങ്ങലിലും ഒക്കെ
കർത്താവ് ആഗ്രഹിക്കുന്ന തലത്തിൽ ഞാനും ആയിട്ടില്ല. അതാകുവാനുള്ള ഒരു ക്രമീകരണം വെളിപ്പെടണമെങ്കിൽ ദൈവത്തെ വാസ്തവമായി അറിയണമെന്ന് 6-ാം അധ്യായത്തിൽ പറയുകയാണ്. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ അദ്ദേഹം ചുറ്റുമുള്ള സമൂഹങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളെ കണ്ടിട്ട് പരിതപിക്കുന്നെങ്കിൽ 6-ാം അധ്യായത്തിൽ താൻ ദൈവത്തെ കാണുമ്പോൾ, ദൈവവുമായി താൻ നേരിട്ട് ബന്ധപ്പെടുമ്പോൾ തനിക്ക് ബോധ്യമാകുക, ഞാനും എന്റെ അഫലങ്ങളും ശരിയല്ല. എന്നെ കേൾക്കുന്ന ദൈവം, ഇതിലെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് സ്വയം നീതീകരണമാണ്. ഞാൻ ശരിയാണ്, ബാക്കിയുള്ളവരാരും ശരിയല്ല എന്ന ഒരു തോന്നൽ ഹൃദയത്തിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ പാപത്തിന്റെ പട്ടികയിലേക്ക് പോകുകയാണ്. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കാണാതെ മറ്റുള്ളവരിലേക്ക് മാത്രം കുറവുകൾ വെളിപ്പെടുത്തി മറ്റുള്ളവരാരും ശരിയല്ല, അവരാരും സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ദൈവത്തിന്റെ ആളുകളായെന്ന് പെന്തക്കോസ്ത് സമൂഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളും വാസ്തവമായി ദൈവത്തെ കാണുന്നില്ല എന്നാണ് അർത്ഥം. ഇവിടെ ആ ഭാഗങ്ങളൊക്കെ ഞാൻ അങ്ങ് വിടുകയാണ്. ഇവിടെ നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഇസ്രായേലിൽ ഉണ്ടായിരുന്നത് പോലെ അശൂരിൽ നിന്ന് അവന്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാകും. എനിക്ക് ഭയങ്കര സന്തോഷം തന്ന ഒരു വചനമാണിത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഈ ദിവസങ്ങളിൽ കാണുന്ന ചില കാഴ്ചകൾ, കേൾക്കുന്ന ചില വാർത്തകൾ. നമുക്കറിയാം, ഇസ്രായേലിനു നേരെ പലസ്തീനിലുള്ള ഒരു തീവ്രവാദ സംഘടന വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ ആക്രമണങ്ങൾ, അതോനോട് ചേർന്ന് മറ്റു സമൂഹങ്ങളും എതിരാളികളും ഒരേ സമയത്ത് എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. വല്ലാത്ത ഒരു അന്തരീക്ഷം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൽ എന്ത് സംഭവിക്കുമെന്ന് എല്ലാ ജനവും ഒരുപോലെ, എല്ലാ രാജ്യങ്ങളിലുള്ള ആളുകളും ഒരുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ ഈ വചനപ്രകാരം എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും, ഒന്നും സംഭവിക്കില്ല. ഇനിയും അയൽ രാജ്യങ്ങളായ ശത്രുക്കളും കൂടെ ചേർന്ന്, പലസ്തീനോട് ചേർന്ന്, ഹമാസിനോട് ചേർന്ന്, തീവ്രവാദ സംഘടനകളോട് ചേർന്ന് ഇസ്രായേലിനെതിരായിട്ട് വെളിപ്പെട്ടാലും ഒന്നും സംഭവിക്കില്ല. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ എനിക്ക് പറയാൻ കഴിയും, ഇസ്രായേലിന് വേണ്ടി ദൈവം ഒരു പെരുവഴി വെളിപ്പെടുത്താൻ പോകുകയാണ്. അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഹൈവേ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ യാത്ര ചെയ്യുവാൻ, ഒരു തടസ്സങ്ങളുമില്ലാതെ യാത്ര ചെയ്യുവാൻ, ഒരു ഞെരുക്കങ്ങളുമില്ലാതെ മുൻപോട്ട് പോകുവാൻ കഴിയുന്ന തരത്തിൽ ഒരു പെരുവഴി ദൈവം ഒരുക്കാൻ പോവുകയാണ്. അതാണ് ഈ വാക്യത്തിനകത്തെ ദൂത്. അത് ഞാൻ വ്യക്തിപരമായും ദൈവത്തിന്റെ ആത്മാവിന്ന് ഈ ദിവസം സംസാരിക്കാൻ പോകുക. അതുകൊണ്ട് ശ്രദ്ധ വെച്ച് കേൾക്കണം. വല്ലാതെ ഞെരുങ്ങി പോവുകയാണെങ്കിൽ, മുൻപോട്ടുള്ള തടസ്സങ്ങളാണ് പാസ്റ്റർ എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ, മുൻപോട്ട് പോകാൻ ഒരു വഴിയും കാണുന്നില്ലെന്ന് പറയുന്നെങ്കിൽ, ഇന്ന് ഈ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, മുൻപ് നടന്ന ഒരു സംഭവത്തെ, മുൻപ് ദൈവം നടത്തിയ ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് യെശയ്യാ പ്രവാചകനോട് പറയുകയാണ്, അതേപോലെ ഒരു ഹൈവേ ഞാൻ മുൻപിൽ വെളിപ്പെടുത്താൻ പോകുക, ഒരു പെരുവഴി ഞാൻ വെളിപ്പെടുത്താൻ പോകുക, തടസ്സങ്ങളില്ലാതെ യാത്ര ചെയ്യുവാനുള്ള ഒരു പെരുവഴി ഞാൻ ദൈവജനത്തിന് വേണ്ടി വെളിപ്പെടുത്താൻ പോകുക. എത്ര പേര് ഈ ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് ദിവസം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ മുൻപിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ തടസ്സങ്ങൾ വെളിപ്പെട്ടു നിൽക്കുന്നെങ്കിൽ, വഴി അടഞ്ഞു നിൽക്കുന്നെങ്കിൽ, എങ്ങനെ പോകുമെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ, ഇന്ന് ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിയനിലൂടെ വെളിപ്പെടുത്തുന്നു, ഭാരപ്പെടണ്ട. നിനക്കു വേണ്ടി പണ്ട് ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ മരുഭൂമിയിൽ വഴിയില്ലാത്തയിടത്ത്, വഴി മറിഞ്ഞു കിടന്നിടത്ത് ഞാനൊരു പെരുവഴി ഉണ്ടാക്കി കൊടുത്തതുപോലെ, ഉണങ്ങിയ നിലത്തൂടെ ഇസ്രായേൽ മക്കൾ നടന്നു പോയതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പെരുവഴി ഉണ്ടാക്കുമെന്ന് പരിശുദ്ധാത്മാവ് ചിലരെ നോക്കിക്കൊണ്ട്, ചില ജീവിതങ്ങളെ പ്രവചനാത്മാവിൽ കണ്ടുകൊണ്ട് ഇന്ന് രാത്രി ദൂത് വെളിപ്പെടുത്തുകയാണ്. ഏറ്റെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ വിശ്വാസത്തോടെ അത് ഏറ്റെടുത്താട്ടെ. ഇവിടെ 2 ഭാഗമാണ് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 16-ാം വാക്യം. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഇസ്രായേലിനുണ്ടായിരുന്നത് പോലെ, അത് ഒരു ഭാഗം. 2, അശൂരിൽ നിന്ന് അവന്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാകും. 2 ഭാഗമാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പ്രതിസന്ധിയിലായിരിക്കുന്ന ശേഷിപ്പ്, ദൈവജനത്തിലെ ശേഷിപ്പിനെ നോക്കിക്കൊണ്ട് ദൈവം മുൻപ് നടന്ന
അവരുടെ പിതാക്കന്മാരുടെ കാലത്ത് നടന്ന ഒരു വലിയ ദൈവപ്രവർത്തിയെ ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒന്ന് പുറകോട്ട് നോക്ക് കുഞ്ഞുങ്ങളെ. അന്നത്തെ ആ സംഭവം നിങ്ങൾക്കറിയാമല്ലോ. അതേപോലൊരു പെരുവഴി, അതേപോലൊരു ഹൈവേ ഞാൻ ഈ ശേഷിപ്പിനും ഒരുക്കി തരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രവചനാത്മാവിൽ വെളിപ്പെടുത്തുന്ന ദൂതാണ് എന്ന് രാത്രിയിൽ നിങ്ങൾ വായിച്ചു കേട്ടത്. എന്താണ് തുടക്കത്തിലെ ഒന്നാം ഭാഗം? എന്താണ് ദൈവം പുറകോട്ടൊന്ന് നോക്കി ചൂണ്ടിക്കാണിച്ചത്? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ നമുക്കറിയാം 430 വർഷത്തെ അടിമനുഖം ഇസ്രയേൽ മക്കൾ, ദൈവത്തിന്റെ സ്വന്തം ജനം, ആ അടിമനുഖത്തിൽ, ഫറവോന്റെ അടിമനുഖത്തിൽ കിടന്ന് തലമുറയായിട്ട് ഫറവോന്റെ കീഴിൽ അടിമനുഖത്തിൽ ജീവിതം കയ്പായി, മുറിവുകളായി, തലമുറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലയളവിൽ അവർ ഉയരത്തിലേക്ക് നോക്കി കരഞ്ഞപ്പോ ദൈവം ഒരുവനെ അയച്ചു. അവന്റെ പേര് മോശ. അവനിലൂടെ ദൈവം ആരാധനയ്ക്ക് വേണ്ടി ഈ ഇസ്രായേൽ മക്കളെ 430 വർഷത്തെ അടിമനുഖത്തെ തകർത്തുകൊണ്ട് മരുഭൂമിയിൽ ആരാധിക്കാൻ വേണ്ടി പുറത്തിറക്കി. ആരാധിക്കാൻ മുൻപോട്ട് പോയത് മരുഭൂമിയിലൂടെയാ. മരുഭൂമിയിൽ വഴിയില്ല, മരുഭൂമിയിൽ പാതകളില്ല. ദൈവം തന്നെ അവരെ നടത്തിയെന്നാണ് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം മുതലൊക്കെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെ മുൻപോട്ട് ദൈവം നടത്തി മുൻപോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു പ്രതിസന്ധി അവരുടെ മുൻപിൽ വരികയാണ്. ചെങ്കടലിന് മുൻപിൽ ആരാധിക്കുന്ന ദൈവജനമെത്തി. ശ്രദ്ധിക്കണമേ, ആരാണെത്തിയത്? വിടുതൽ പ്രാപിച്ച ദൈവജനം. ആരാണെത്തിയത്? മരുഭൂമിയിൽ ഇറങ്ങി പുറപ്പെട്ട ദൈവജനം. ആരാണെത്തിയത്? ആരാധിക്കാൻ ഇറങ്ങിയ ദൈവജനം. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, വിളികേട്ടിറങ്ങിയവന്, മരുഭൂമിയിൽ ഒന്നും കാണാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചിറങ്ങിയവന്, ആരാധന വായിൽ നിന്ന് മാറാതെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന് അഭരങ്ങളിലൂടെ വെളിപ്പെടുത്തി ദൈവത്തെ കണ്ട് മുൻപോട്ട് പോകുന്ന ദൈവജനത്തിനു വേണ്ടി ദൈവം പെരുവഴി ഒരുക്കുമെന്ന് ആവർത്തിച്ച ആത്മാവിൽ ഞാൻ ഇന്ന് രാത്രി വെളിപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നീ ദൈവത്തിന്റെ വിളി കേട്ട്, ദൈവശബ്ദം കേട്ട് മുൻപോട്ട് യാത്ര ചെയ്യാൻ ഇറങ്ങിയ ആളാണെങ്കിൽ, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന മരുഭൂമിയിലൂടെയാണ് നീ യാത്ര ചെയ്യുന്നെങ്കിൽ, ആരാധനയാണ് നിന്റെ നമ്പർ 1 ലക്ഷ്യമെങ്കിൽ, വിടുവിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതാണ് ആരാധന. അത് ജീവിതം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ശബ്ദം കൊണ്ട് വെളിപ്പെടുത്തുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ, നിന്റെ മുൻപിൽ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് തടസ്സം വന്നാലും, ഏത് വഴിയടഞ്ഞ വിഷയം വന്നാലും, ഏത് മുൻപോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന വിഷയം വന്നാലും, അതിന്റെ നടുവിൽ നിന്നെ വഴി നടത്തുവാൻ ഒരു പെരുവഴി ദൈവം ഉണ്ടാക്കും. ഈ ദൂത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന് മുൻപിൽ വന്നു. വഴി കാണുന്നില്ല, വഴി മറിഞ്ഞു കിടക്കുക, വെള്ളം മൂടിക്കിടക്കുകയാ. കാണത്തത്ത ദൂരത്തിൽ വെള്ളം മൂടിക്കിടക്കുക, ചെങ്കടൽ. വലിയ പ്രതിസന്ധിയാ ദൈവമക്കളെ, വലിയ പ്രതിസന്ധിയാ. കാരണം മുൻപോട്ട് ഒരടി വെക്കാൻ കഴിയില്ല, മുങ്ങിപ്പോകും, തകർന്നു പോകും. പെരുവെള്ളമാണ്. പുറകോട്ട് നോക്കിയാൽ പഴയ ശത്രുക്കൾ പിന്തുടരുന്നുമുണ്ട്. 2 ഭാഗങ്ങളിലേക്ക് നോക്കിയാൽ കയറി രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിൽ വലിയ മലയിടുക്കുകളാണ്, പർവ്വതങ്ങളാണ്. രക്ഷയില്ല. എങ്ങനെ ഇസ്രായേൽ മക്കൾ വിചാരിച്ചു ഇവിടെ തീരുകയാ? എന്നെ കേൾക്കുന്നയോ ഇതിലെ പലപ്പോഴും വിളികെട്ടിറങ്ങിയവന്റെ മുൻപിൽ ഈ പ്രതിസന്ധി വന്നിട്ടുണ്ട്. മരുഭൂമിയിലൂടെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച്, കാരണം മരുഭൂമിയിൽ തട്ടുകടയില്ല, ആഹാരം തരാൻ ദൈവത്തിൽ അല്ലാതെ ആശ്രയിക്കാൻ വേറെ വഴിയില്ല. മുൻപോട്ടുള്ള പാത മരുഭൂമിയിൽ വെട്ടിത്തരുവാൻ വേറെ ആരുമില്ല, വഴി പറഞ്ഞു കൊടുക്കാൻ വേറെ ആരുമില്ല. ദൈവത്തിൽ ആശ്രയിക്കാതെ വേറെ വഴിയില്ല. അതാണ് മരുഭൂമി. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ഓരോ ദിവസവും ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് ഉയരത്തിലേക്ക് നോക്കി, കർത്താവെ നീ ഇല്ലെങ്കിൽ നടക്കില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് മരുഭൂമിയാണ്. നീ ഇല്ലാതെ ഒന്നുമില്ല, നിന്നെ കാണാതെ ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. മേളിലോട്ട് നോക്കിയാൽ അവനെ കാണാം, മേഘസ്തംഭമായി. രാത്രിയിലാണെങ്കിൽ അഗ്നിസ്തംഭമായി. അവനെ കാണാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല, കാരണം അവനാണ് വഴി. അവൻ പറഞ്ഞു, ഞാൻ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളും പുറപ്പെട്, ഞാൻ നിൽക്കുമ്പോൾ നിങ്ങൾ അവിടെ കൂടാരം പണിക്കുക, കാരണം ഞാനാണ് വഴി. അതാണ് ആശ്രയം, അതാണ് മരുഭൂമി. അങ്ങനെ യാത്ര ചെയ്യുന്നവർ
ആരാധന മാത്രം ലക്ഷ്യം, വേറെ ഒന്നുമില്ല. ആരാധിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ. പെന്തക്കോസ് അതാണ് കുഞ്ഞുങ്ങളെ, പെന്തക്കോസ് അതാണ്. വിളിയുള്ളവരാണ് പെന്തക്കോസ്. ദൈവത്തിൽ ആശ്രയിക്കേണ്ടവരാണ് പെന്തക്കോസ്. ആരാധിക്കേണ്ടവരാണ് പെന്തക്കോസ്. ജീവിതം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ശബ്ദം കൊണ്ട് ആരാധനക്കാരെന്ന പേര് മാത്രം വെളിപ്പെടുത്തി ജീവിക്കേണ്ടവരാണ് പെന്തക്കോസ്. അവരുടെ മുൻപിലാണ് വഴിപോയി, വഴി മറഞ്ഞു കിടക്കുന്നു, ഒരു കാണാൻ കഴിയുന്നില്ല, കണ്ണെത്താ ദൂരത്തിൽ പ്രത്യക്ഷമാകുന്ന ഒരു ലാഞ്ച പോലുമില്ല, ഒരു കൈപ്പത്തി പോലുമില്ല, അതിനനുസരിച്ചുള്ള മേഘം വെളിപ്പെടുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു സാധ്യതയുമില്ലാത്ത അന്തരീക്ഷം വഴി നടഞ്ഞു, പ്രതിസന്ധിയായി. എന്നാൽ അവിടെ ആരാധിക്കാൻ ഇറങ്ങിയവന് വേണ്ടി, മരുഭൂമിയിൽ ദൈവത്തെ ആശ്രയിക്കുന്നവന് വേണ്ടി, ആരാധനയുള്ളവന് വേണ്ടി, വിളിയുള്ളവന് വേണ്ടി ദൈവം പെരുവഴി ഉണ്ടാക്കിയെന്നാണ് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ കൊടുക്കുന്നത്: യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർതിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തൂടെ നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. കേട്ടോ ദൈവമക്കളെ, വഴിയില്ലാത്തയിടത്ത്, പ്രതിസന്ധിയുടെ നടുവിൽ, മുൻപോട്ട് പോകാൻ സാധ്യതയില്ലാത്തയിടത്ത്, 1% പോലും സാധ്യതയില്ലാത്തയിടത്ത് ദൈവം ഇറങ്ങി വന്ന് പെരുവഴി ഉണ്ടാക്കി. 21 ലക്ഷത്തിൽ പരം ആളുകൾ തട്ടിമുട്ടിയല്ല പോയത്, ഞെരുങ്ങിയല്ല പോയത്. ആ ആൾപ്പെരുപ്പത്തിൽ ആരും തകർന്നു പോയില്ല, തളർന്നു പോയില്ല, താഴെ വീണില്ല. ആൾപ്പെരുപ്പം കൊണ്ട് ആരും ബുദ്ധിമുട്ടിയില്ല. പെരുവഴി ഉണ്ടാക്കി. ഹൈവേ എന്ന് പറഞ്ഞാൽ തടസ്സം കൂടാതെ മുൻപോട്ട് പോകുവാനുള്ള സാധ്യത ദൈവം ഉണ്ടാക്കി. അതാണ് 29-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ. എതിന്റെ നടുവെയാ? പ്രതിസന്ധിയുടെ നടുവേ, കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. പ്രതിസന്ധി അവരുടെ 2 ഭാഗത്തും മാറി നിന്നെന്ന്. അതിന്റെ നടുവിലൂടെ, പ്രതിസന്ധിയുടെ നടുവിലൂടെ ആരാധിക്കുന്നവൻ പ്രതിസന്ധി മാറിയിട്ടല്ല പോകുന്നത്, പ്രതിസന്ധിയുടെ നടുവിലൂടെ പോകും. ദൈവത്തിന്റെ വിളിയേറ്റിറങ്ങിയവൻ യോർദാന്റെ നടുക്ക് ചവിട്ടി നിൽക്കും. എന്നെ കേൾക്കുന്ന വിധത്തിലെ അതാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം അധികാരം കൊടുത്ത ജനമാണ്. ദൈവത്തെ അനുഗമിക്കുന്ന ജനം, ദൈവത്തെ ആരാധിക്കുന്ന ജനം, ദൈവത്തെ ആശ്രയിക്കുന്ന ജനം. അവൻ പ്രതിസന്ധിയെ കണ്ട് ഭയന്നോടുന്നവനല്ല. പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് ഇവിടുന്ന് ഓടി ഒളിച്ചേനെ എന്ന് പറയുന്നവനല്ല. പിന്നെയോ, എന്തു വന്നാലും ഞാൻ എഫെസോസിൽ തന്നെ പാർക്കും, ഇവിടെ എനിക്ക് വലിയതും വിശാലവുമായൊരു വാതിൽ ദൈവം തുറന്നിരിക്കുന്നു. ചെറിയ പ്രതികൂലങ്ങളും ഉണ്ടെന്ന് പുറകിൽ പറയുന്ന, പതുക്കെ പറയുന്ന ദൈവജനമാണ് ദൈവത്തെ ആരാധിക്കുന്ന ജനം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അങ്ങനെ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ പെരുവഴി ഉണ്ടാക്കി നടത്തിയ ചരിത്രത്തെ കുറിച്ചാണ് ഇപ്പോൾ ശേഷിക്കുന്ന, അശൂരിൽ ശേഷിക്കുന്ന ഈ ശേഷിപ്പിനോട് പറയുകയാണ്: അന്ന് അവർക്ക് വേണ്ടി ഞാൻ ഒരു വഴി ഉണ്ടാക്കി കൊടുത്തെങ്കിൽ, പെരുവഴി ഉണ്ടാക്കി കൊടുത്തെങ്കിൽ, ഹൈവേ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ ഭാരപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതുപോലൊരു പെരുവഴി ഉണ്ടാക്കും. ഇന്ന് രാത്രിയിൽ, ഈ ദിവസം എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, ആത്മനിയോഗത്തോടെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ: നീ ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങിയ ദൈവ പൈതലാണെങ്കിൽ, സഹോദരിയാണെങ്കിൽ, സഹോദരനാണെങ്കിൽ, മാതാപിതാവാണ്, കുഞ്ഞാണെങ്കിൽ, നീ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും അവന്റെ മുഖത്തേക്ക് നോക്കി, തമ്പുരാനെ നീയല്ലാതെ ആരുമില്ല, നീയല്ലാതെ ആരുമില്ല, നീ തന്നിട്ടുള്ളതല്ലാതെ ഒന്നുമില്ല, നീ മതിയായവനാണ്, എന്നും മതിയായവൻ, ഇന്നലെയും എന്നും എന്നും എന്നെ നടത്താൻ മതിയായവനാണ്, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ മഹത്വപ്പെടുത്തി, അവൻ തരുന്ന ഓരോ നന്മയ്ക്കും മഹത്വം ദൈവത്തിന് കൊടുത്ത്, എനിക്കിന്ന് പകൽ എഴുന്നേൽക്കുവാൻ ജീവൻ തന്ന ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞ്, എന്നെ നടത്തിയ ഈ രാത്രിയിൽ വരെ, എന്നെ ഈ പകൽ മുഴുവൻ എന്നെ നടത്തിയ ദൈവത്തിന് സ്തോത്രമെന്ന് പറഞ്ഞ് ആരാധന കൊടുത്ത്, മഹത്വം ദൈവത്തിന് കൊടുത്ത്, പണമല്ല, പ്രശസ്തിയല്ല, പദവികളല്ല, എന്റെ പഠിത്തമല്ല, എന്റെ സാഹചര്യങ്ങളൊന്നുമല്ല, നീയാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ മുൻപിൽ ഏത് പ്രതിസന്ധി വന്നാലും അത് മാറ്റിത്തരുവാൻ കഴിവുള്ള, കരുത്തുറ്റ ഒരു ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് എന്ന് പറയുക. വിശ്വസിക്ക്.
ഈ രാത്രിയിൽ തന്നെ, ഈ ദിവസം തന്നെ നിനക്ക് മുൻപിൽ അടഞ്ഞ ചിലത് തുറക്കാൻ പോകുക. നിന്റെ മുമ്പിൽ തടസ്സമായ ദൈവം മാറ്റാൻ പോകുക. നിന്റെ മുമ്പിലെ പ്രതിസന്ധിയെ ദൈവം മാറ്റാൻ പോകുക. മഹാപർവ്വതമേ നീയാർ, നിന്നെ ഒരു സമഭൂമിയാക്കി മാറ്റും. സെരുബാബേലിനോട് പറഞ്ഞ വാക്ക, സെരുബാബേലേ, നിന്റെ മുമ്പിലെ മഹാപർവ്വതത്തെ ഞാനൊരു സമഭൂമിയാക്കി മാറ്റും. കാരണം നീ ദൈവശബ്ദം കേൾക്കുന്നവനാ, ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിക്കുന്നവനാ. ഇന്ന് രാത്രിയിലും ഈ പകലും എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ ആത്മാവിൽ ഞാൻ പറയട്ടെ, നിന്റെ മുൻപിലും പ്രതിസന്ധികൾ മാറും. നീ വിശ്വസിച്ച ദൈവത്തിൽ ആശ്രയിക്കുക. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുകയാണ്, രണ്ടാം ഭാഗം. ഒന്നാം ഭാഗം പറഞ്ഞല്ലോ, ആരാധിക്കുന്നതിന് വേണ്ടി തമ്പുരാൻ പെരുവഴി ഉണ്ടാക്കി. ഇസ്രായേൽ മക്കൾ പാട്ടോടുകൂടെ അക്കരയ്ക്ക് കടന്നു. അക്കരയ്ക്ക് കയറി അവർ തുള്ളിച്ചാടി പഴുതിനേക്കാൾ വലിയ ആരാധന അവർ വെളിപ്പെടുത്തി. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, അശൂരിൽ നിന്ന് അവന്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാകും. അവിടെ ഒരു പദം ശ്രദ്ധിക്കണമേ. അശൂരിൽ അവന്റെ ജനത്തിൽ, ദൈവത്തിന്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന്, എല്ലാവർക്കുമല്ല, ശേഷിക്കുന്ന ഒരു ശേഷിപ്പ്. അത് ആ ശേഷിപ്പിനെ മനസ്സിലാക്കണമെങ്കിൽ ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് പോകണം. ദാനിയേലിന്റെ പുസ്തകം തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിൽ വന്ന് അതിനെ ഉപരോധിച്ചു, അതിനെ കീഴ്പ്പെടുത്തി, യെരൂശലേമിനെ കീഴ്പ്പെടുത്തി. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം പാർക്കുന്ന ഇടം യെരൂശലേം, ദൈവത്തിന്റെ ആരാധനാലയമുള്ള ഇടം യെരൂശലേം, ദൈവത്തിന്റെ യാഗക്രമീകരണങ്ങൾ നടക്കുന്ന ഇടം യെരൂശലേം. പക്ഷെ ആ യെരൂശലേമിനെ, ആ ആലയത്തെ ശത്രുവായ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി. എന്താ ദൈവജനത്തിന് പരാജയം ഉണ്ടായത്? എന്താ ദൈവത്തെ ആരാധിക്കുന്ന ആലയമുള്ളിടത്ത് പരാജയം ഉണ്ടാകുന്നത്? ദൈവത്തിനെ യാഗമർപ്പിക്കുന്ന ഇടത്ത് ദൈവപ്രസാദം വെളിപ്പെടേണ്ടതിന് പകരം ശത്രു വന്ന് കീഴ്പ്പെടുത്തുന്നതിന് കാരണം എന്താ? ചിന്തിക്കുന്നുണ്ടോ? എന്താ നമ്മുടെ ഇടയിലെ പരാജയത്തിന് കാരണം? എന്താ നമ്മുടെ ഇടയിലെ തോൽവിക്ക് കാരണം? എന്താ നമ്മുടെ ഇടയിൽ നിരന്തരമായി ദൈവപ്രവൃത്തി വെളിപ്പെടാത്തതിന് കാരണം എന്താ? അന്വേഷിക്കാറുണ്ടോ? ഈ വേദഭാഗം വായിക്കുമ്പോൾ അത് മനസ്സിലാകും. ആരാധനയൊക്കെ ഉണ്ട്, ആലയമൊക്കെ ഉണ്ട്, പക്ഷേ ദൈവം അവിടെ ഇല്ല. ദൈവം അവിടെ നിന്ന് മാറിപ്പോയി. അവിടെ അതാ കൊടുത്തിരിക്കുന്നത്, ദൈവം അവിടെ നിന്ന് മാറി. കാരണം ദൈവത്തിന്റെ വ്യവസ്ഥ അതാ. ആസയോടുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്റെ അടുക്കലേക്ക് വന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും, നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ എന്നോട് അകന്ന ഞാൻ ഇറങ്ങിപ്പോവും. ദൈവം ഇതിലെ വ്യവസ്ഥ അന്നും ഇന്നും ഒക്കെ അതേ തന്നെയാണ്. പള്ളി വലുതാ. ഞങ്ങളുടെ പള്ളി ഇപ്പൊ 2000 പേർക്ക് ഇരിക്കത്തക്കവണ്ണം ഞങ്ങൾ പുതുക്കി പണിഞ്ഞു. നല്ല കാര്യം. അയ്യോ, ഭയങ്കര സെറ്റിംഗ് അതിനകത്തുണ്ട്. നല്ല കാര്യം. അന്ന് യഹൂദന്മാരും പറഞ്ഞു, ശിഷ്യന്മാര് പോലും യേശുവിനോടും പറഞ്ഞു, ഞങ്ങളുടെ പള്ളി കണ്ടോ, ഒന്ന് നോക്ക് നീ, അതിന്റെ പ്രളയ പശ്ചാത്തലം കണ്ടോ, അതിന്റെ പ്രൗഢി കണ്ടോ. നല്ല കാര്യം. പള്ളിയൊക്കെ വലുതാക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. അയ്യോ, ഇപ്പൊ 12 ഗോത്രത്തിൽ നിന്ന് ആളുകൾ വന്നാൽ അവിടെ നിന്ന് നിൽക്കാൻ പറ്റുകയില്ല. നല്ല കാര്യമാണ്. ആളൊത്തിരി കൂടുന്നത് നല്ല കാര്യമാണ്. നിനക്ക് പറയാൻ അതെങ്കിലും ഉണ്ടല്ലോ, നല്ല കാര്യമാണ്. പക്ഷെ ചോദിക്കുന്നൊരു ചോദ്യം, ദൈവപ്രവൃത്തിയുണ്ടോ? ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ? നിരന്തരമായ രോഗങ്ങൾ, നിരന്തരമായ മരണങ്ങൾ, വേർപാടുകൾ, ദൈവപ്രവൃത്തിയെക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ കുഞ്ഞെ? വിടുതലിന്റെ സാക്ഷ്യം കേൾക്കുന്ന കാലം ഈ അടുത്തിടെങ്ങാനും ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ അങ്ങനെ സംഭവിച്ചത്, യെരൂശലേമിൽ അങ്ങനെ സംഭവിച്ചത്. പള്ളിയൊക്കെ വലുതായിരുന്നു, സംഗതി കയ്യിൽ നിന്ന് പോയി. അവിടുത്തെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് എന്നോട് അകന്നിരിക്കുന്നു, മാനുഷികമായ കൽപ്പനകളുടെ പുറകെ പോയി ഇവരെ ഞാനിപ്പോ അറിയുന്നതേയില്ല. ഇതല്ലേ സംഭവിക്കുന്ന കാര്യം? സംഭവിക്കുന്ന ഇതല്ലേ? പാട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഉഗ്രം കൊയറാ ഞങ്ങളുടേത്. ഞങ്ങളുടെ പാസ്റ്റർ നല്ലപോലെ പ്രസംഗിക്കുന്ന പാസ്റ്ററാ. ഒത്തിരി ആളുകളുണ്ട്, കെട്ടിടം കണ്ടോ, ഭയങ്കരമാ. പക്ഷെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൃദയം തുടിക്കുന്ന ആരെങ്കിലും അകത്തുണ്ടോ? ഹൃദയപ്രകാരമുള്ള ആരാധന വെളിപ്പെടുന്നുണ്ടോ? ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ചരിത്രം ഈ അടുത്തിടെങ്ങാനും ഉണ്ടോ? ഒന്നുമില്ല.
അതിന് കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഒന്ന് ആ ഭാഗങ്ങളൊക്കെ പശ്ചാത്തലങ്ങളൊക്കെ പഠിക്കുമ്പോ പുരോഹിതന്മാര് ബിസിനസ്സിൽ പങ്കാളികളായി. അതാ നമ്പർ 1 കുഴപ്പം. അന്നും ഇന്നും കുഴപ്പം അതാ, ഞങ്ങളുടെ കുഴപ്പമാ. ഞങ്ങൾ പാസ്റ്റർമാരിപ്പോ ബിസിനസ്സാണ്. അന്നത്തെ പുരോഹിതന്മാര് ബിസിനസ്സിൽ പങ്കാളികളായി എന്ന് പറഞ്ഞാൽ, ഈ യാഗത്തിന് കൊണ്ടുവരുന്ന കാളകളുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. കാള ബിസിനസ്, ആട് ബിസിനസ്, പ്രാവിന്റെ ബിസിനസ്, പിന്നെ നാണയത്തിന്റെ ഒരു ബിസിനസ്. ഇതിൽ വ്യാപാരം ചെയ്യുന്നവരുമായിട്ട് ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ചില കമ്മീഷൻ വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ വ്യാപാരത്തിൽ അവരും കൂടെ പാർട്ട്നേഴ്സായി. മനസ്സിലാക്കണം, ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യേണ്ട പുരോഹിതന്മാർ ഇപ്പൊ സ്വന്തം കാര്യത്തിനു വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. അതെല്ലാം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇറങ്ങിയ കാലത്തൊന്നും ഇല്ലാതെ ഞങ്ങൾ ഇറങ്ങി, ഇപ്പോ ഞങ്ങൾക്ക് എല്ലാം ആയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കിടന്ന് കൈയടിച്ച് തുള്ളും. കാരണം ഭയങ്കര സാക്ഷ്യമുള്ള വാസ്താനാ പറയുന്നത്. കാരണം ഇപ്പം പുള്ളിക്ക് ഒത്തിരി ഉണ്ട്, ചീർത്തിങ്ങനെ ഇരിക്കുക. ഇറങ്ങിയ കാലത്തൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ ഒത്തിരി ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് പാസ്റ്റർ ദൈവം അനുഗ്രഹിച്ചു, അയാളെ പിശാചി കൊണ്ടുപോയെന്നതിനർത്ഥം. പുള്ളി ദൈവത്തെ വിട്ടിട്ട് കാലങ്ങളായിരുന്ന അർത്ഥം. പുള്ളി ഇപ്പൊ ബിസിനസ് ആണെന്നുള്ളതാണ് അർത്ഥം. അത് ഞാനായാലും രഞ്ജനായാലും അത് തന്നെ, നിങ്ങളുടെ പാസ്റ്ററായാലും അത് തന്നെ. ഇപ്പൊ ചീർത്തോ, ഒത്തിരി സമ്പാദ്യങ്ങളെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിനുണ്ടോ? ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി തൊങ്ങലുകൾ ഒത്തിരി അദ്ദേഹത്തിൽ വന്നു ചേർന്നിട്ടുണ്ടോ? വെയിറ്റ് ഒത്തിരി കൂടിയോ? ലഗേജ് ഒത്തിരി വർദ്ധിച്ചോ? വർദ്ധിച്ചെങ്കിൽ പുള്ളി കൃപയിൽ നിന്ന് പോയി എന്നർത്ഥം. ഇപ്പൊ പുള്ളിയെ കൈകാര്യം ചെയ്യുന്നത് പിശാചാന്നർത്ഥം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ ഇതാ സത്യം. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കുറെ സഹോദരിമാരൊക്കെ ഉണ്ട്, കേൾക്കുമ്പോൾ കൈയടിച്ചൊക്കെ പറയും, ഓ ഞങ്ങളുടെ വാസ ദൈവം അനുഗ്രഹിച്ചു, പുള്ളിക്ക് പണ്ടൊന്നും ഇല്ലായിരുന്നു, ഈ ഭയങ്കര സാക്ഷ്യമാ, ഇപ്പൊ പുള്ളിക്കും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടെങ്കിൽ അതർത്ഥം പുള്ളി പോയെന്നർത്ഥം. കാരണം പുസ്തകം പഠിക്കണം. പുസ്തകം പഠിക്കുമ്പോൾ നമുക്കതാ മനസ്സിലാകുന്നത്. ശിഷ്യന്മാരെ എങ്ങനെയാ ദൈവം അയച്ചെന്നുള്ളത് പുസ്തകം വായിക്കും മനസ്സിലാകും. പൗലോസിനെ നമുക്കറിയാം, പ്രസംഗിക്കുന്ന മുഴുവൻ പൗലോസ് എഴുതിയ ലേഖനമാണ്. പക്ഷെ പൗലോസിനെ നമുക്ക് മനസ്സിലായിട്ടില്ല. പൗലോസ് വലിയ ധനാഢ്യനാണെന്നാണ് ചരിത്രം പഠിച്ചാൽ പറയുന്നത്. പക്ഷേ അവസാനം പുള്ളി പറയുന്നത്, ഒരു പുതപ്പ് കൊണ്ട് നീ വരണമെന്ന് തന്റെ നിജപുത്രനെ അറിയിക്കുന്ന ഒരു പൗലോസിനെയാണ്. അവസാനിപ്പിക്കുമ്പോ ഒരു പുതപ്പ് പോലും ഇല്ലാതെ ജീവിതത്തിൽ അവസാനിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കത്തു, നീതിയുടെ കിരീടം എനിക്കുണ്ട്. ഇവിടെ ബൈബിൾ കോളേജുകളില്ലെങ്കിലും, ഇവിടെ ഓർഫനേജുകളില്ലെങ്കിലും, ഇവിടെ തോട്ടങ്ങളില്ലെങ്കിലും, ഇവിടെ കാറുകളുടെ കുമ്പാരങ്ങളില്ലെങ്കിലും, ഇവിടെ ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിലും, എനിക്ക് നീതിയുടെ കിരീടമുണ്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച പൗലോസ് എഴുതിയ ലേഖനം വായിച്ച് പ്രസംഗിക്കുന്ന പാസ്റ്റർമാരെ സൂക്ഷിച്ച് സംസാരിക്കണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അർത്ഥ കൈക്ക് ഉപ്പ് കേൾക്കാത്ത പെന്തക്കോസുകാരെ, നിന്റെ മുൻപിൽ ഒരു സഹോദരൻ ഇല്ലായ്മ വരുമ്പോൾ അത് കാണാതെ പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന സഹോദരന്മാരെ നീ സൂക്ഷിക്കണം. നിനക്ക് ഈ പുസ്തകം എടുക്കാൻ, വർത്തമാനം പറയാൻ അനുവാദമില്ല. തമ്പുരാൻ നോക്കുമ്പോൾ ഒരു ശവം പ്രസംഗിക്കുന്നു, മരിച്ചവൻ പ്രസംഗിക്കുന്നു, മരിച്ചവൻ പുസ്തകം വായിക്കുന്നു, മരിച്ചവൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആ ഭാഗം അവിടെ വിടുകയാ, ശ്രദ്ധിക്കണം. ഇവിടെ പുരോഹിതന്മാര് ബിസിനസ്സിൽ പങ്കാളികളായി, പ്രവാചകന്മാര് വ്യാജം പ്രവചിക്കാൻ തുടങ്ങി, പഠിപ്പിക്കേണ്ട ശാസ്ത്രിമാര് റൂട്ട് മാറ്റി, ജനം വഷളന്മാരായി, ഹൃദയം മാറി. ഇപ്പോ ഒരു ചടങ്ങ് പോലെ യെരുശലേം ദേവാലയത്തിൽ കാര്യങ്ങൾ നടക്കുകയാണ്. ദൈവം ഇറങ്ങിപ്പോയി, ദൈവം മടുത്തു, ദൈവം യെരുശലേം വിട്ടു. ചരിത്രം പഠിക്കണം. യെരുശലേം വിട്ടു. ദൈവം വിട്ടാ പിന്നെ കേറി വരുന്നത് സാത്താനാണ്, ശത്രുവാണ്. അതാ കേറി വന്നു ബാബേൽ രാജാവായ നെബൂഖദ്നേസർ, അവന്റെ സൈന്യവുമായി വന്നു യെരുശലേമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. മതിലുകൾ തീയിട്ട് ചുട്ടുകളഞ്ഞു, സംരക്ഷണം നഷ്ടപ്പെട്ടു. ആലയത്തിനകത്ത് ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോയി. അത് മാത്രമല്ല, ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിക്കാൻ യോഗ്യരുമായ ചില ബാലന്മാരെ അവർ പിടിച്ചുകൊണ്ടുപോയി. ശത്രു കൊണ്ടുപോയതൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാവുന്നതിനെയാ, പേടായതിനെ അല്ല. ഇന്ന് തലമുറ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ തലമുറയൊക്കെ ദൈവം ഉപയോഗിക്കേണ്ട തലമുറകളാണ്. വിവരമുള്ള തലമുറയാണ്, ജ്ഞാനമുള്ള തലമുറയായിരുന്നു. പക്ഷേ മാതാപിതാക്കന്മാരുടെ, പുരോഹിതന്മാരുടെ
ആദ്യ ഗോളത്തിന്റെ അധപ്പതനം തലമുറകളെ ശത്രു കൊണ്ടുപോയി. എവിടെ വരേണ്ട തലമുറകളാണെന്നറിയാമോ? ആരാധനാലയത്തിനകത്തെ വിളക്കുകളായി ശോഭിക്കേണ്ട തലമുറകൾ, ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി മാറേണ്ട തലമുറകൾ, ദൈവത്തിന്റെ വസ്ത്രങ്ങളായി മാറേണ്ട തലമുറകൾ ഇന്ന് കാണാനില്ല. ആലയത്തിലുമില്ല, ഭവനത്തിലുമില്ല, ദേശത്തുമില്ല. ശത്രു കൊണ്ടുപോയി. എന്റെ വിഷയം ശേഷിപ്പാണ് കേട്ടോ, ശേഷിപ്പാണ്. ശേഷിപ്പെന്ന് പറഞ്ഞാൽ ഇതാ തനിച്ചു വാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. മൊർദെഖായിയുടെ കാലത്ത് പറയുന്നു, ആ യഹൂദൻ അതേ അവർക്ക് വേറൊരു പ്രമാണമുള്ള ജനമാണ്. യോസഫിന്റെ കാലത്ത് പറയുന്നു, അവർ ആരാധിക്കുന്ന ജനമാണ്. അതാണ് ഈ ശേഷിപ്പെന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് ശത്രു കൊണ്ടുപോയി അവരുടെ രാജ്യത്ത് കൊണ്ടുപോയി. എന്നിട്ട് നേരെ അവരെ കൊണ്ടുപോയി കൊട്ടാരത്തിൽ പാർപ്പിച്ചു. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, കൊട്ടാരത്തിൽ. എന്റെ വിഷയം ശേഷിപ്പാണ്. എല്ലാവർക്കും പെരുവഴി ഉണ്ടാക്കി തരത്തില്ല ദൈവം. എന്നാൽ ശ്രദ്ധിക്കണം, അവിടേക്ക് കൊണ്ടുപോയ ഈ തലമുറകളിൽ ഒരു വിഷയമുണ്ടായി. രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. നമുക്ക് ആ വിഷയങ്ങൾ അറിയാം. ഞെട്ടിപ്പിക്കുന്ന ഒരു കൽപ്പന. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ശത്രുക്കളുടെ മുൻപിൽ ദൈവം മേശിക്കുന്നൊക്കെ വാക്യമെടുത്ത് കോട്ട് ചെയ്യും. ഏത് കാര്യത്തിനും വാക്യമുണ്ടല്ലോ. രാജാവ് കുടിക്കുന്ന വീഞ്ഞും രാജാവ് കഴിക്കുന്ന ഭക്ഷണവും അടുത്ത 3 മാസത്തേക്ക് ഇവർക്ക് കൊടുക്കാം. അങ്ങനെയാണ് ഇവിടെ കുറിച്ച് 3 വർഷം രാജാവ് കുടിക്കുന്നത്, രാജാവ് കഴിക്കുന്നത്. എന്നാൽ കൊട്ടാരത്തിലെ ഭക്ഷണം ഈ തലമുറകൾക്ക് കൊടുത്തു. അവിടെ 5-ാം വാക്യം, രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തുവാൻ രാജസന്നിധിയിൽ ആളിനെ ഏൽപ്പിച്ചു. ശ്രദ്ധിക്കണം ദൈവം ഇതിലെ 3 വർഷം കൊട്ടാരത്തിലെ ഭക്ഷണം. പക്ഷേ അതിനകത്ത് ഒരു ശേഷിപ്പുണ്ടായിരുന്നു. ഒരു 4 കുഞ്ഞുങ്ങൾ. അതാണ് ശേഷിപ്പ്. ഏതാ? തെറ്റും ശരിയും ബോധ്യമുള്ള ശേഷിപ്പ്, പ്രമാണത്തിൽ നിൽക്കുന്ന ശേഷിപ്പ്, അവസരം കിട്ടിയാലും ഇല്ലെങ്കിലും ദൈവത്തെ വിടാത്ത ഒരു ശേഷിപ്പ്, പ്രതികൂലമാണെങ്കിലും പ്രലോഭനമാണെങ്കിലും വീഴാതെ നിൽക്കുന്ന ഒരു ശേഷിപ്പ്. അതാണ് 4 കുഞ്ഞുങ്ങൾ പറഞ്ഞു. ഇല്ല, അവർ പറഞ്ഞ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് അവർ ഹൃദയത്തിൽ നിശ്ചയിച്ചു. എന്ന് പറഞ്ഞാൽ അവരുടെ പ്രമാണം ഇരിക്കുന്നത് പുൾപിറ്റേലല്ല. അവരുടെ പ്രമാണം ഇരിക്കുന്നത്, അവരുടെ പുസ്തകം ഇരിക്കുന്നത് അത് പ്രസംഗപീഠത്തിലല്ല. അവരുടെ പ്രമാണം ഇരിക്കുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന ബൈബിളിലല്ല. അവരുടെ പ്രമാണം ഇരിക്കുന്നത് അവരുടെ ഉള്ളിലാണ്. അശുദ്ധി ഏതാന്നും വിശുദ്ധി ഏതാന്നും അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന യുവമക്കളെ, അശുദ്ധി ഏതാ വിശുദ്ധി ഏതാ, ദൈവത്തിന്റെ പ്രസാദം ഏതാ അല്ലാത്തത് ഏതാന്ന് വല്ല ബോധ്യവും നമുക്കുണ്ടോ? ഒരു ബോധ്യമില്ല. നമ്മൾ പറയുന്ന ഈ ഇവിടെ വന്നാൽ നമ്മൾ ഇവിടുത്തെ പോലാകണം. അതിനെന്താ, അതിട്ടാൽ എന്താ, അതിട്ടില്ലേ, അതൊന്നും വിഷയമല്ല. ഒരു വിഷയമല്ല. പക്ഷെ ഈ കുഞ്ഞുങ്ങൾക്ക് വിഷയമായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളെ തന്നെ അശുദ്ധരാക്കുകയില്ല. ഞങ്ങൾക്ക് അശുദ്ധി ഏതാ വിശുദ്ധി ഏതാന്നറിയാം. ദൈവത്തിന് ഇഷ്ടമുള്ളത് ഏതാ ഇഷ്ടമല്ലാത്തത് ഏതാന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അവരുടെ തീരുമാനം അതിന്റെ കൂടെ ദൈവം നിന്നതായിട്ടാണ് ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താ? ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. അവർ ദർശനങ്ങളിലും സ്വപ്നങ്ങളും സംബന്ധിച്ച് വിവേകിയായിരുന്നു. കണ്ടോ ദൈവം ഇതിലെ? അവരുടെ മുഖം ശോഭിച്ചു. 14-ാം വാക്യം 15-ാം വാക്യം, അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടെ തെല്ലും അഴകുള്ളതായി, അവർ മാംസപുഷ്ടിയുള്ളവരായും കണ്ടു. എന്ന് പറഞ്ഞാൽ അവർക്ക് ബ്യൂട്ടി പാർലർ വേണ്ട, അവർക്ക് മേക്കപ്പ് വേണ്ട, അവർക്ക് ദൈവ തേജസ് ഉണ്ടാകും. പെന്തക്കോസ്തിന് ഒരു കാലത്ത് ബ്യൂട്ടി പാർലർ ഇല്ലായിരുന്നു, മേക്കപ്പ് ഒന്നുമില്ലായിരുന്നു. അവർക്ക് ഉള്ളത് ദൈവ തേജസ്സായിരുന്നു. കറുപ്പായാലും വെളുപ്പായാലും കൊട്ടാരത്തിലുള്ളവനായാലും കുടിലുള്ളവനായാലും പെന്തക്കോസ്തുകാരനെ നോക്കിയാൽ തേജസ് കാണാമായിരുന്നു. ഇന്നത് കാണാൻ പറ്റിയേല. ഞാൻ ആ ഭാഗം വിടുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററുടെ മോന്റെ കല്യാണം ഞാനൊന്ന് കണ്ടു. ഞാനിത് എല്ലാ ആഴ്ചയും പറയുന്നതാ. അപ്പോൾ ഞാൻ കണ്ടപ്പോ
ഈ ഈശ കണ്ടപ്പോ ഡാളസിലുള്ള ഒരു പാസ്റ്ററുടെയാ, നമ്മുടെ ഇവിടെ കുക്കുലമ്മിലൊക്കെ വന്ന് പ്രസംഗിച്ച ഒരു പാസ്റ്ററുടെ, ആ മരുമോള് മാലയിട്ടിട്ടുണ്ട്, കുഴപ്പമില്ല, മൂക്കുത്തിയുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പുരോഗമനമുണ്ട്. അയ്യോ, ഞാൻ ആഭരണത്തിനെതിരായിട്ട് സംസാരിക്കുന്ന ആളാ. പഴയ പിതാക്കന്മാര് പൊട്ടന്മാരല്ലെന്ന് വിശ്വസിച്ച ആളാ. വേർപാടിനകത്ത് വിശുദ്ധിക്കകത്ത് അതൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാ. അപ്പൊ അതിപ്പോ പുസ്തകത്തിനകത്തുണ്ട്, പുസ്തകം അറിയാത്തോണ്ടാടോ. ആത്മാവ് പഠിപ്പിക്കുന്ന മാത്രമേ അറിയത്തുള്ളൂ, അല്ലാതെ വേറൊരു പുസ്തകവും വായിക്കത്തില്ല. മുഖത്തിലോട്ട് കയറി ഇനിയിപ്പൊ നാക്കയിലൂടെ വരും, കണ്ണിന്റെ പിരികത്തിലും വരും. കാരണം നമ്മളല്ലേ ജാതി, അകൃത്യഭാരമുള്ള ജനം, അനുസരിക്കാത്ത തലമുറ, മത്സരികളുടെ മക്കൾ, അങ്ങനെയൊക്കെയാ പുസ്തകം പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ആ ഭാഗം കൂടെ അങ്ങ് നീക്കി വിടുകയാണ്. അപ്പൊ ശ്രദ്ധിക്കണമേ, പെരുവഴി ഉണ്ടാകും. അപ്പൊ ശേഷിപ്പിനെ കണ്ടോ നിങ്ങൾ? ദൈവം കൂടെയുള്ളതാണ് ശേഷിപ്പ്, അല്ലെങ്കിൽ ശേഷിപ്പിന്റെ കൂടെയാണ് ദൈവം എന്ന് പറഞ്ഞാൽ പ്രമാണമുള്ളവന്റെ കൂടെ, തനിച്ചു പാർക്കുന്ന ജനത്തിന്റെ കൂടെ, വേർപാട് പാലിക്കുന്നവന്റെ കൂടെ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവന്റെ കൂടെ ദൈവമുണ്ട്. പിന്നീട് നമുക്കറിയാം, ആരാധന ഉണ്ടാക്കി. അടുത്തത് ആരാധനയായിരുന്നു. ആരാധന നടുവിൽ വിഗ്രഹത്തെ വെച്ചു. നെബൂഖദ്നേസർ വിഗ്രഹത്തെ വെച്ചിട്ട് പറഞ്ഞു, പഴയ ആരാധന തന്നെയാണ് ഇവിടെയും, ആരാധിച്ചോ എന്ന് പറഞ്ഞപ്പോ അവിടെയും കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഈ നാലെണ്ണം പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കുകയില്ല, ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്, വിഗ്രഹങ്ങളുടെ മുമ്പ് ഞങ്ങൾ ആരാധിക്കുകയില്ല, ഒരാളെയും വിഗ്രഹമാക്കുകയില്ല, ഞങ്ങളെ വിടുവിച്ച ദൈവത്തെ അല്ലാതെ വേറൊന്നിനെയും ഞങ്ങൾ ആരാധിക്കുകയില്ല. തീരുമാനമുള്ള കുഞ്ഞുങ്ങൾ ശേഷിപ്പാണ്, ദൈവത്തിനു വേണ്ടിയുള്ളവരാണ്. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. പാസ്റ്റർ എത്ര വലിയ ആളായാലും ഞങ്ങൾ പാസ്റ്ററെ പൊക്കുകയില്ല, ബഹുമാനിക്കും, പക്ഷെ ഉയർത്തുകയില്ല. ഞങ്ങൾക്ക് ഉയർത്താൻ ഒരാളെ ഉള്ളൂ, അത് ദൈവമാണ്. ഞങ്ങളെ വിടുവിച്ചവരാ. പാസ്റ്റർക്ക് ഇന്ന് രാവിലെ എന്നെ എഴുന്നേൽപ്പിക്കാൻ പറ്റുകയില്ല, എന്നെ എഴുന്നേൽപ്പിച്ചത് എന്റെ ദൈവമാണ്. ഈ പകല് മുഴുവനും ജീവനോടെ എന്നെ പരിപാലിച്ചത് പാസ്റ്റർമാരല്ല, ദൈവമാണ്. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഇന്ന് നമ്മൾ ഒത്തിരി സ്റ്റേജുകാരെ നമ്മളങ്ങ് പൊക്കുക. പൊക്കി വിഗ്രഹത്തിന് മുമ്പെയാണ്, വിഗ്രഹാർപ്പിതമാണ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാളക്കുട്ടികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ ശേഷിപ്പാണ്. അവര് പറഞ്ഞില്ല, പ്രമാണമുള്ളവരാ ഞങ്ങള്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്, വാങ്ങരുത്, വണങ്ങരുത്, നമസ്കരിക്കരുത്. ഇതേ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴിൽ സമുദ്രത്തിലെങ്കിലുമുള്ള യാതൊന്നിനെയും പ്രതിമയരുത്, അവയെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്, എന്നെ പഹിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-4 തലമുറ വരെ ഞാൻ മക്കളോട് ചോദിക്കും. എന്നാൽ എന്നെ സ്നേഹിച്ച എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ഞാൻ അവരുടെ ദയ കാണിക്കുമെന്നുള്ള കൽപ്പനകൾ അറിയാവുന്ന കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഈ നെബൂഖദ്നേസറിന്റെ വിഗ്രഹം വെച്ചിട്ട് ഞങ്ങളുടെ പാട്ട് പാടിയാലും, ഞങ്ങളുടെ തമ്പുരു കൊണ്ട് അടിച്ചാലും, ആ ആരാധന പഴയത് ഞങ്ങളതുപോലെയൊക്കെ ആണെന്ന് തോന്നിച്ചാലും ഞങ്ങൾ വരത്തില്ല, ഞങ്ങൾ വീഴത്തില്ല. കാരണം ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. ഇവരാണ് കുഞ്ഞെ ശേഷിപ്പ്. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ആ ശേഷിപ്പ് പിന്നീട് നമുക്കറിയാം, ബാബേൽ രാജാവ് നെബൂഖദ്നേസറിനെ ആ രാജ്യം അശൂർ രാജാവ് കീഴ്പ്പെടുത്തി. ഇപ്പോൾ അശൂരിന്റെ കീഴിലായി പോയി. ഈ ജനമെല്ലാം അശൂരിന്റെ കീഴിലായി. അന്നേരം ഈ കുഞ്ഞുങ്ങൾ ശേഷിപ്പാണ്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ശേഷിപ്പ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്മൾ കുറിവാക്യം. അശൂരിൽ നിന്ന് അവന്റെ ജനത്തിൽ, ദൈവത്തിന്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന്, ഈ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അതല്ലേ സംഭവിച്ചത്? ഈ ശേഷിപ്പാകുന്ന കുഞ്ഞുങ്ങളെ പിടിച്ച് തീച്ചൂളക്കകത്തിട്ടു. പിടിച്ചുകൊണ്ടുപോയ മല്ലന്മാർ കുഞ്ഞുങ്ങളെ ബന്ധിച്ച് കൈകൾ കാലുകൾ കെട്ടി എടുത്തുകൊണ്ട് പോയി ഇടാൻ വേണ്ടിയ ആ ആദ്യം മല്ലന്മാർ തീച്ചൂളക്കകത്ത് വീണു, തീക്കകത്ത് വീണു. 7 മടങ്ങ് വർദ്ധിപ്പിച്ച തീക്കകത്ത് വീണു. അവർ ഉരുകിപ്പോയി. എന്ന് പറഞ്ഞാൽ തീച്ചൂള ഡ്യൂപ്ലിക്കേറ്റ് അല്ല. കാണുന്നവർക്ക് മനസ്സിലാകും, തീച്ചൂള ഡ്യൂപ്ലിക്കേറ്റ് അല്ല. കുഞ്ഞുങ്ങളെക്കാളിൽ ആരോഗ്യമുള്ളവർ തീച്ചൂളക്കകത്ത് ഉരുകിത്തീർന്ന എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചരിത്രമുള്ള തീച്ചൂളയാ. ഇതിനകത്ത് വീഴുന്നവർക്കൊരു വഴി പുറത്തോട്ടില്ല. എന്നെ കേൾക്കുന്ന യുവമക്കളെ മനസ്സിലാക്കുക, ഈ തീച്ചൂളക്കകത്ത് വീഴുന്നവർക്ക് പുറത്തിറങ്ങാൻ ഒരു വഴിയില്ല. ഇടുങ്ങിയ വഴിയായാലും മതിയായിരുന്നു, ഇച്ചിരി പൊള്ളിയാലും വേണ്ടില്ല, പുറത്തിറങ്ങാൻ സാധ്യതയുണ്ടോ? ഇല്ല. കരിഞ്ഞാലും ഇന്ന് പുറത്ത് ജീവനോടുകൂടി ഇറങ്ങിയാൽ മതിയായിരുന്നു, പറ്റില്ല, സാധ്യതയില്ലാത്ത തീച്ചൂള. എന്നാൽ ഇവർ ശേഷിപ്പാ. തമ്പുരാന്റെ വാക്ക്, ശേഷിപ്പിന് വേണ്ടി ഞാനൊരു പെരുവഴി ഉണ്ടാക്കും.
ഇന്ന് ഈ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ശക്തിയോടെ ബലപ്പെട്ട് പറയുകയാണ്, കുഞ്ഞേ ഒരു വഴിയും വെളിപ്പെടാത്ത തീച്ചൂളക്കകത്ത് നീ വീണാലും നീ ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ദൈവത്തിലാണെങ്കിൽ ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടിവിക്കാൻ കഴിയും. അഥവാ വിടിവിച്ചില്ല, ഇതിനകത്ത് വീഴാനാണ് ദൈവത്തിന്റെ ഹിതമെങ്കിൽ ഞങ്ങൾ വീഴുമെന്ന് പറയുന്ന പ്രമാണത്തിൽ നിൽക്കുന്ന ഉറപ്പുള്ള തന്റേടമുള്ള 1000 പേര് അപ്പുറത്ത് നിന്നാലും ഒറ്റയ്ക്ക് ഇപ്പുറത്ത് നിൽക്കുവാൻ കരുത്തുള്ള ദൈവ പൈതലാണെങ്കിൽ നിനക്ക് വേണ്ടി ഈ തീച്ചുളക്കകത്ത് ഒരു പെരുവഴി ദൈവം ഉണ്ടാക്കും. അതാ ദൈവത്തിന്റെ പ്രോമിസ്, മാറ്റില്ല. ഒക്കെ ഈ തീച്ചുളക്കകത്തുനിന്ന് പുറത്തു വരാൻ ഒരു വഴിയുണ്ടോ? ഇല്ല. ഇതിനകത്ത് വീണവർക്ക് പിന്നെ പുറത്തിറങ്ങാൻ വഴിയില്ല, തീരുകയാ. എന്നാൽ ആ ബാലന്മാർക്ക് വേണ്ടി, ആ ശേഷിപ്പിന് വേണ്ടി തമ്പുരാൻ അതിനകത്തുനിന്ന് ഒരു പെരുവഴി ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ഒരു പോർല് പോലും വെൽക്കാതെ, ഒരു രോഗം കഴിയാതെ, ബന്ധനങ്ങളെ അഴിച്ച് 4-മനായിട്ട് ദൈവം അതിനകത്തിറങ്ങി അവർക്ക് വേണ്ടി ഒരു ഇസ്രായേലിൽ ചെങ്കടൽ പെരുവഴി ഉണ്ടാക്കിയതുപോലെ ഈ തീച്ചൂളക്കകത്തുനിന്ന് പുറത്തിറങ്ങാൻ ഒരു പെരുവഴി ഉണ്ടാക്കിക്കൊടുത്ത് അത് മറ്റുള്ളവരെ കാണിച്ചു കൊടുത്ത ചരിത്രമുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവത്തെ പേരിലെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, തീച്ചൂളയുടെ അനുഭവത്തിലാണ്, ഇനിയും പുറത്തു വരില്ല എന്ന് പറയുന്ന അനുഭവത്തിലാണെങ്കിലും നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, ശേഷിപ്പാണെങ്കിൽ, നിനക്ക് വേണ്ടി അതിനകത്തിറങ്ങി എന്റെ തമ്പുരാൻ ഒരു പെരുവഴി ഉണ്ടാക്കി നിന്നെ ഒരു പോർല് പോലും വെൽക്കാതെ പുറത്തു കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. അതല്ലേ ഇട്ടവനും എല്ലാവരും കണ്ടു. തീച്ചുളക്കകത്തുനിന്ന് പുറത്തിറങ്ങുന്ന ഒരു പെരുവഴിയിൽ നോക്കിയാട്ട് പാട്ടുപാടിക്കൊണ്ട് ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടോ? ശേഷിപ്പിനെ നിങ്ങൾ കണ്ടോ? ഇന്നും ദൈവജനത്തിനു വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അവൻ രോഗസൗഖ്യം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവപ്രവൃത്തിയിലൂടെ മുൻപോട്ടവരെ കരുത്തോടെ നടത്തുന്ന ദൈവമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, ശേഷിപ്പിന് വേണ്ടി ഞാനൊരു പെരുവഴി ഉണ്ടാക്കും. അടുത്ത അധ്യായങ്ങളിലൂടെ നിങ്ങൾ നോക്കിയാട്ട് കടിച്ചു കീറി താഴെ വീഴുമ്പോൾ തന്നെ, ഗുഹയ്ക്കകത്ത് വീഴുമ്പോൾ തന്നെ താഴെ എത്തുന്നതിന് മുമ്പ് ചാടിക്കേറി വലിച്ചു കീറി ആ കടിച്ചു കൊടഞ്ഞ് തീർക്കുന്ന സിംഹക്കൂട്ടിനകത്തേക്ക് ഈ ഒരു ശേഷിപ്പ് വീണ് കണ്ടോ? ഒറ്റയ്ക്ക് വീണത് കണ്ടോ? മുമ്പേ 3 കുഞ്ഞുങ്ങൾ ഒരുമിച്ചാ വീണെങ്കിൽ, കൂട്ടായ്മയായിരുന്നെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് വീഴുന്ന ശേഷിപ്പിനെ നിങ്ങൾ കണ്ടോ? കുറെ സിംഹങ്ങളുണ്ട്, എല്ലാം വിശന്നിരിക്കുകയാണ്. താഴെ വീണാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചു കീറി ആ സെക്കൻഡിൽ എല്ലുപോലും കാണിക്കുകയില്ല. പുറത്തിറങ്ങാൻ ഒരു വഴിയില്ല. വീണവരാരും പുറത്തു വന്നിട്ടില്ല. അവർക്ക് വേണ്ടി അതിനകത്തിറങ്ങി സിംഹത്തിന്റെ വായടച്ച് പുറത്തേക്കുള്ള പെരുവഴി ഒരുക്കിയ ഒരു ദൈവത്തെ നിങ്ങൾ കണ്ടോ? ഇന്ന് ഈ ദിവസവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എനിക്ക് വെളിപ്പെടുത്താനുള്ളത് ശേഷിപ്പിന് വേണ്ടി ഒക്ലഹോമയിലും അമേരിക്കയിലും ഇന്ത്യയിലും ഇസ്രായേലിലും ശേഷിപ്പിന് വേണ്ടി ഏത് ശത്രുക്കളുടെ മുൻപിലും, തീച്ചൂളയുടെ മുൻപിലും, കടിച്ചു കീറാൻ നിൽക്കുന്ന സിംഹത്തിന്റെ മുൻപിലും പെരുവഴി ഉണ്ടാക്കുവാൻ കരുത്തുള്ള ഒരു ദൈവത്തെയാ ഇന്ന് ഈ ദിവസം ഞാൻ വെളിപ്പെടുത്തുന്നത്. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുക. എനിക്ക് ഈ പുസ്തകത്തിനകത്തെ ഒരു ദൈവത്തെ അറിയാം. എന്നോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. ഈ നിമിഷം വരെ എന്നെ അത്ഭുതകരമായി നടത്തുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. അവന് വേണ്ടി നിൽക്കുന്നവന് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. തീച്ചുളക്കകത്ത് ഇറങ്ങുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. സിംഹക്കൂട്ടിനകത്തിറങ്ങി സിംഹത്തിന്റെ വായടക്കുന്ന ദൈവത്തെ എനിക്കറിയാം. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിനകത്ത് സിംഹങ്ങളുടെ വായടപ്പിക്കുന്ന, തീയുടെ ബലത്തെ കെടുത്തുന്ന, വാളിനെ തെറ്റിയൊഴിപ്പിക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. അന്നും ഇന്നും എന്നും ശേഷിപ്പിന് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. ഇന്ന് രാത്രി കണ്ണുകളെ അടയ്ക്കാം. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ശേഷിക്കുന്ന ശേഷിപ്പിന് വേണ്ടി അന്ന് ആരാധിക്കാൻ ഇറങ്ങിയ, മരുഭൂമിയിൽ ആശ്രയത്തോടെ ഓടി ഇറങ്ങിയ, ദൈവവിളി കേട്ടിറങ്ങിയ, ദൈവത്തെ നോക്കി ഇറങ്ങിയവർക്ക് വേണ്ടി ചെങ്കടലിൽ പെരുവഴി ഉണ്ടാക്കിയ അതേ ദൈവം ഇന്നും ഈ ദിവസവും നാളെയും നീ ജീവനുള്ള കാലത്തോളം നിനക്കും വേണ്ടി ഏത് പ്രതിസന്ധിയുടെ മുൻപിലും പെരുവഴി ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാ ഈ പുസ്തകം വരച്ചു കാണിക്കുന്നത്. അതാണ് പറഞ്ഞത്, ഞാൻ അശൂരിൽ നിന്ന് ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാക്കും, ഒരു ഹൈവേ ഉണ്ടാക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഇതിലെ, അയ്യോ ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നു, പക്ഷെ എന്റെ കൂടെ ആരും ഭാരപ്പെടണ്ട, നിന്റെ കൂടെ ദൈവമുണ്ട്.
അയ്യോ, എനിക്കിപ്പോൾ മുൻപോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്റെ മുൻപിൽ, തീച്ചുളം എന്റെ മുൻപിൽ, പ്രതിസന്ധി എന്റെ മുൻപിൽ, ചെങ്കടൽ എന്റെ മുൻപിൽ, സിംഹങ്ങൾ, പ്രശ്നങ്ങൾ, കടിച്ചു കീറുന്ന വിഷയങ്ങൾ എന്റെ മുൻപിൽ. ഭാരപ്പെടണ്ട. നീ വിശ്വസിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്തു. ദൈവത്തിന്റെ വേണ്ടി ഒരു പെരുവഴി ഉണ്ടാക്കും. കാരാഗ്രഹത്തിനകത്തേക്ക് പോയ പത്രോസിനറിയാം ഇനിയും പുറത്തിറങ്ങാൻ ഒരു സാധ്യതയില്ല. കാരണം യാക്കോബ് തകർന്നുപോയി. അടുത്തത് എന്റെ കഴുത്ത് വെട്ടാൻ വേണ്ടിയാണ് എന്നെ അകത്തോട്ട് കൊണ്ടുപോയത്. ഇതിനകത്തുനിന്ന് എനിക്ക് ജീവനോടുകൂടെ പുറത്തു വരാൻ കഴിയില്ല. ഇല്ലില്ല, നീ സുഖമായിട്ടുറങ്ങിക്കോ. കാവൽക്കാരുടെ മുൻപിൽ സുഖമായിട്ടുറങ്ങിക്കോ, ചങ്ങലയിൽ സുഖമായിട്ടുറങ്ങിക്കോ. കാരണം നിനക്ക് വേണ്ടി അതിനകത്തിറങ്ങി വന്ന് ഒരു പെരുവഴി ഉണ്ടാക്കുന്ന നിന്നെ, ഒന്നാം വാതിലും രണ്ടാം വാതിലും ഇരുമ്പു വാതിലും ഒക്കെ ഒരു പ്രയാസവും ഇല്ലാതെ തനിയെ തുറന്നു കൊടുത്ത്, അതാണ് പെരുവഴി. ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും ആശ്രയിക്കാതെ, ആരുടെ മുൻപിൽ കൈനീട്ടാതെ, ആരുടെ മുമ്പിൽ കുമ്പിടാതെ തലയുയർത്തി നിന്നെ നടത്തുന്ന ഒരു പെരുവഴി നിനക്കുണ്ടാക്കി തരുന്ന ഒരു ദൈവം. ഇന്ന് രാത്രി എത്ര പേര് ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ശുശ്രൂഷ ഇതാണ്, മടക്കിക്കൊണ്ടുവരിക. ഞാൻ ഉൾപ്പെടെയുള്ളവർ മടക്കിക്കൊണ്ടുവരണം. കാരണം ഒരു ശേഷിപ്പായി മാറിയാൽ ഇന്നും ദൈവം പ്രവർത്തിക്കും. ഒരു ശേഷിപ്പായി മാറിയാൽ ഇന്നും ദൈവം ചലിക്കും. നിന്റെ കണ്ണുനീർ ദൈവം കാണും. നിന്റെ തലമുറയെ ദൈവം വിടുവിക്കും. അതിനുവേണ്ടി എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇല്ല, കണ്ണുകളും അടച്ചാട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ വികടമായി നടന്നു, പ്രവാചക ശബ്ദത്തെയെല്ലാം ഞങ്ങൾ അവഗണിച്ചു, നിന്റെ വിശ്വസ്തതയെ ഗൗനിക്കാതെ ഞങ്ങൾ അവിശ്വസ്തരായി മാറി. ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വേണ്ട രീതിയിലായിട്ടില്ല കർത്താവെ. ഞങ്ങൾ ലോകത്തിലേക്ക് പോയി കർത്താവെ ഞങ്ങളെ മടക്കി വരുത്തണമേ. ദാവീദ് പറഞ്ഞതുപോലെ എന്റെ പാപം എന്റെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട് കർത്താവെ, ക്ഷമിക്കണമേ കർത്താവെ. എന്റെ പരിശുദ്ധനെ എന്നെ നീക്കിക്കളയല്ലേ, ആത്മാവിനെ എടുത്തുകളയല്ലേ കർത്താവെ. മടക്കി തരണമേ കർത്താവെ. പൂർണ്ണമായ ശക്തിയോടുകൂടി മുൻപോട്ട് പോകുവാൻ, ആത്മാവിന്റെ ബലം അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. എന്റെ കേൾവിക്കാരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരു ശേഷിപ്പായി മാറുവാൻ ഇതാ തരിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഇവർ ഇസ്രായേല്യർ, പ്രമാണം ഇവർക്കുള്ളത്, തേജസ് ഇവർക്കുള്ളത്, പുത്രത്വം ഇവർക്കുള്ളത്. ആ അനുഭവത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ഓർക്കല്ലേ കർത്താവ്, ക്ഷമിക്കണമേ കപ്പാ. അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ, ജയത്തോടെ മുൻപോട്ട് പോകുവാൻ, പെരുവഴിയിലൂടെ മുൻപോട്ട് പോകുവാൻ, അങ്ങയെ ആരാധിച്ച് മുൻപോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. രോഗികളെ യേശുവിന്റെ അധികാരത്തിൽ ആ അടിപ്പടയുള്ള സൗഖ്യം ഞാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിക്കുന്നു. രോഗസൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. ദുഷ്ടപിശാച് അതിനകത്ത് ദുഷ്ടനെ നിനക്ക് യാതൊരു അവകാശവുമില്ല. യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. ഇത് ആരാധനയുടെ ശരീരമാണ്, ആരാധനയുടെ മന്ദിരമാണിത്. ഇത് പ്രാർത്ഥനാ മന്ദിരമാണ്. നിനക്ക് ഇതിനകത്ത് യാതൊരു അവകാശമില്ല. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിക്കുന്നു. തലമുറകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ വിടിവിക്കുന്നു. ബന്ധങ്ങളെ അഴിക്കുന്നു. ഈ തലമുറകൾ ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. അവർ ദൈവത്തിന് പാടാനുള്ളതാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ളതാണ്, ദൈവത്തെ വെളിപ്പെടുത്താനുള്ള തലമുറയാണ്. നിനക്ക് യാതൊരു അവകാശവും ഞങ്ങളുടെ തലമുറയുടെ മേലില്ല. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ വാഴുകയില്ല. വിട്ടു തരട്ടെ യേശുവിന്റെ നാമത്തിൽ. കുടുംബങ്ങളെ ഞാൻ എന്റെ മേൽ പകർത്തിരിക്കുന്ന അധികാരത്തിലും അഭിഷേകത്തിലും അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹമായി മാറട്ടെ. എല്ലാ മണ്ഡലങ്ങളും തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മുഴുവൻ മഹത്വവും യേശു കർത്താവിന് മാത്രം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് അടിയെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.